നമ്മുടെ കൂടെ ബിനീഷ് കോടിയേരി കൂടിയുണ്ട്. എന്താണ് ചേട്ടാ ഇന്നത്തെ പ്രതീക്ഷ? എപ്പോഴും അർജന്റീനയ്ക്ക് ഒരു വിജയ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ സ്വിറ്റ്സർലാൻഡ് ഭയങ്കര നല്ല ടീമാണ്. സ്വിറ്റ്സർലാൻഡ് നല്ല ടീമിന് എക്സ്പെഷ്യലി അവർ ഡിഫൻസിൽ ഭയങ്കര സ്ട്രെങ്ത് കാണിച്ചിട്ടുള്ള ടീമാണ്. ഗോൾ അടിക്കുന്നതിനേക്കാൾ ഉപരി ഗോൾ അടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കും. പിന്നെ അവരുടെ ഗോളി ഭയങ്കര സ്ട്രെങ്ത്താണ്. അപ്പം അത്തരത്തിലേക്കുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പം ഒരു 90 മിനിറ്റ്സിൻ്റെ അകത്തോ 120 മിനിറ്റ്സിൻ്റെ അകത്തോ റിസൾട്ട് വന്നില്ലെങ്കിൽ അതൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചൊരു വിഷമത്തിലേക്ക് പോകും. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ തന്നെ സ്കലോണിയുടെ തന്ത്രങ്ങൾ, മെസ്സി എന്ന നായകനും ഉള്ളിടത്തോളം കാലം അർജന്റീനയ്ക്ക് പ്രതീക്ഷ തന്നെയാണ്. ഒരു മാച്ചസും ഈസിയല്ല. അത് അർജന്റീന എല്ലാ മാച്ചുകളും നല്ലോണം കളിച്ച് തന്നെയാണ് എത്തിയത്. ഈ മത്സരവും കളിച്ച് തന്നെ ജയിക്കും. ഈ വിവാദങ്ങളൊക്കെ കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നു. ഈ ബ്രസീൽ ആരാധകരടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തി. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയും കൂടെ വേണ്ടിയിരുന്നു. അല്ല, അങ്ങനെ കളിയിൽ ഇന്നിപ്പം തൊട്ട് മുമ്പ് കഴിഞ്ഞ കളി ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള കളി 2 ഗോൾ ആദ്യം അടിച്ചിരുന്നത് നോർവേ ആണ്. അപ്പം യൂഷ്വലി ഒരു കോർണർ കിക്ക് എടുക്കുമ്പോഴത്തേക്ക് ടാക്കിൾ ചെയ്യുന്നതൊക്കെ ബോഡി കോൺടാക്റ്റ് ഉള്ള കളിയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. എപ്പോഴും അല്ലാതെ ഒരു 5-10 മീറ്റർ മാറി നിന്നിട്ട് കളിക്കുന്ന കളിയല്ലല്ലോ ഫുട്ബോൾ എന്ന് പറയുന്നത്. ബോഡി ടാക്കിളുകളുള്ള ബോഡി ബോഡി കോൺടാക്ട് ചെയ്ത് തന്നെ കളിക്കുന്നത്. ഇന്ന് ഹോളണ്ട് പിടിച്ച് തള്ളിയപ്പോൾ ഇംഗ്ലീഷ് താരം താഴെ വീണുകൊണ്ടാണ് ആ ഗോൾ അനുവദിക്കുക. അത് വാറിൽ അനുവദിക്കാതിരുന്നതാണ്. അല്ലായിരുന്നെങ്കിൽ നോർവേ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം അവസാന സമയം പെനാൽറ്റിയിലേക്ക് പോകേണ്ട കളിയായിരുന്നു. അത് സംഭവിക്കുന്നതാണ്. അത് ഈ പറയുന്ന പോലെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ എത്രയോ വർഷം മുമ്പേ ചെയ്യണ്ടേ. ഈ പറയുന്ന 5 തവണ കപ്പടിച്ച ബ്രസീലുണ്ട്, 4 തവണ അടിച്ച ജർമ്മനിയുണ്ട്. അപ്പം നിരവധിയായിട്ടുള്ള ടീമുകൾ കളിക്കുമ്പോഴും അവരുടെ കളികളിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ കാരണം ഇപ്പം നന്നായിട്ട് കളിക്കുന്ന ടീമുകൾക്കെതിരെ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊക്കെ ഒരു ഫാൻ ഫൈറ്റിൻ്റെ ഭാഗമാണ്. ഫുട്ബോൾ വാച്ച് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായിട്ട് അതൊക്കെ ഈ ദിവസങ്ങൾ തന്നെ അത് ഫൗളല്ലായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ട് എന്താണ് ഫുട്ബോൾ നിയമം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അർജന്റീനക്ക് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അർജന്റീനക്ക് എത്രയോ കളികൾ ഇങ്ങനെ സംഭവിച്ചു. 2014 വേൾഡ് കപ്പ് ഫൈനൽ 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ഇതേപോലെ തന്നെ ഹ്യൂഗിൻ്റെ ബോഡി ന്യൂമർ വന്നിട്ട് ജർമ്മൻ ഗോളി വന്ന് മുഖത്തടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഹ്യൂഗിനാണ് മഞ്ഞക്കാർഡ് കൊടുത്തത്. അത് പെനാൽറ്റി കൊടുക്കേണ്ടുന്നതാണ് ലോകം മുഴുവൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ അന്ന് അർജന്റീനക്ക് ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന പോലത്തെ ഒരു 90 വേൾഡ് കപ്പ് ഏറ്റവും രണ്ടാമതും അർജന്റീന വന്ന് കപ്പടിക്കുന്ന 90 വേൾഡ് കപ്പ് ഇതേപോലെ തന്നെ മെക്സിക്കൻ ആയിട്ടുള്ള ഒരു റെഫറി ആയിരുന്നു എൻ്റെ ഓർമ്മ. മെക്സിക്കൻ റെഫറിയാണ് ഉണ്ടായിരുന്നത്. മെക്സിക്കോയുടെ റെഫറി വന്ന് പെനാൽറ്റി അനുവദിച്ചിട്ട് 1 ഗോളിലാണ് അന്ന് ജയിച്ചിട്ട്. അപ്പം ഫൈനൽ അത് ഇങ്ങനെ ക്വാർട്ടർ ഫൈനലുകളൊന്നുമില്ല, ഫൈനൽ മത്സരങ്ങളിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അർജന്റീനക്ക് അങ്ങനത്തെ നിരവധി ഈ പറയുന്ന നിർഭാഗ്യങ്ങൾ ഒക്കെ സംഭവിച്ച ടീമാണ്. പക്ഷേ ഞങ്ങൾ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കൊരു പരാതിയില്ല. ഞങ്ങൾ ഫുട്ബോളിനെ വിശ്വസിക്കുന്നു. ഞങ്ങൾ അർജന്റീനയുടെ ഫുട്ബോൾ സൗന്ദര്യത്തെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നും അത് കാണിക്കും, അർജന്റീന ഗ്രൗണ്ടിൽ കാണിക്കും. അങ്ങനെ ഒരു വലിയ ഗോൾ അടിക്കാൻ പറ്റുന്ന ടീമല്ല സ്വിറ്റ്സർലാൻഡ്. മാക്സിമം 1-0 അല്ലെങ്കിൽ 2-1 അങ്ങനെയൊക്കെ ആയിരിക്കും.